മജീദ് കോർക്കോട്ടിൽ വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഫ്രീ ആയിട്ട് ഡിഗ്രി പ്രോഗ്രാം, മാസ്റ്റേഴ്സ് പ്രോഗ്രാം, PhD പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് സൗദി അറേബ്യ ഇൻ 2025-26 എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ക്രൈറ്റീരിയ എന്താ, അതിൻ്റെ എലിജിബിലിറ്റി എന്താ? കാരണം ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ട്, ഫാമിലി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, മാനദണ്ഡങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന് 16 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളായിരിക്കണം. രണ്ടാമത് ഹെൽത്ത് ഇൻഷുറൻസ്. അതുപോലെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഒരു വാലിഡായ പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഈ കോഴ്സിന് ചേരുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞിട്ടെ. നോ ഫീ, ആപ്ലിക്കേഷൻ ഫീ ഇല്ല, കോഴ്സ് ഫീ ഇല്ല, ഒരു ചാർജും അവർ ഈടാക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന്. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മന്ത്ലി അവർ നല്ലൊരു എമൗണ്ട് തരുന്നതായിരിക്കും. എമൗണ്ട് അവർ വ്യക്തമാക്കില്ല. എന്നാൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഒരു മാസം അവിടെ വരുന്ന ചിലവ് കുറച്ച് എമൗണ്ട് അധികമായിട്ട് അവർ തരും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നതാണെങ്കിൽ അവർക്കുണ്ടായിരിക്കും അതിനനുസരിച്ച്. PhD ആണെങ്കിൽ അതിനനുസരിച്ച്. ഈ 3 കാറ്റഗറി പ്രോഗ്രാമിനും 3 വിധത്തിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ തരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്. ഓക്കെ, ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സംശയം. ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കുന്നത്. സൗദിയ സ്റ്റഡി പ്ലാറ്റ്ഫോം എന്നൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പോയി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ചില ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ പാസ്പോർട്ട് വാലിഡായ 6 മന്ത് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാമിനാണെങ്കിൽ +2 ബേസ് ചെയ്തിട്ടുള്ള ചില ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. PhD ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചില ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി. അപ്ലൈ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സംശയം അതിൻ്റെ ഡെഡ് ലൈനാണ്. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് അവർ നൽകുന്ന അവധി June 14-നാണ്. അതുപോലെ PhD പ്രോഗ്രാമിനാണെങ്കിൽ October 31 വരെ. ഓക്കെ, ഡെഡ് ലൈൻ മറക്കേണ്ട. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോന് താഴെ ഇടുന്നുണ്ട്. ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു ടെക്സ്റ്റ് ആയിട്ട് വീഡിയോന് താഴെ ഫോട്ടോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, താങ്ക് യു സോ മച്ച്.